സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ഇതിനായി 2000 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു. സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും. വിജൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജൻ, ഈ ക്ഷാമബത്ത അനുവദിക്കാനുള്ള പണം അത് എങ്ങനെയാണ് സർക്കാർ കണ്ടെത്തുന്നത്? ദിവ്യ, എന്തായാലും നിലവിൽ ഓണത്തോടനുബന്ധിച്ചാണ് സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും ഒപ്പം തന്നെ അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത കൂടി അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. സർവീസ് ക്ഷേമ പെൻഷനുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം 2ാം ഗഡുവായാണ് ഇപ്പോൾ രണ്ടാമത്തെ ഗഡുവും സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 2000 കോടി രൂപയുടെ വർധനവാണ് നിലവിൽ ഖജനാവിൽ ഈ പുതിയ ഗഡു കൂടി അനുവദിക്കുന്നതോടെ ഉണ്ടാകുക എന്നുള്ളതാണ് ധനവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് ശേഷം ഈ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതും ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബത്ത ഉൾപ്പെടെ കൊടുക്കാനുള്ള കുടിശ്ശിക അത് കൊടുത്തു തീർക്കും എന്നുള്ള പ്രഖ്യാപനം നിയമസഭയിൽ തന്നെ ധനമന്ത്രി നടത്തിയതാണ്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് സർക്കാർ ഇത്തരത്തിൽ നേരത്തെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു കൂടി കൊടുക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടിരുന്നു. ഇന്നു മുതലാണ് അത് ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ അധ്യാപകരുടെയും ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കും ഒരു ഗഡു കൂടി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് വിജൻ വായാന്തോട്.